ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം. കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ ധർമ്മസമര നഗരിയിലെത്തിയ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വെച്ചുകൊണ്ട് ലഹരിക്കെതിരെ വലിയൊരു പ്രഖ്യാപനം, ഒരു വിദ്യാർത്ഥി ചത്വരം തീർക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. അത്തരമൊരു മനോഹരമായ നിമിഷത്തിലേക്കാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവേശിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ലഹരിക്ക് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത്. പലപ്പോഴും വിദ്യാർത്ഥികൾ അറിയാതെ, ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത്തരം കെണികളിൽ പെട്ടുപോകില്ല എന്ന് ഉറപ്പുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. ഈ ലഹരി വസ്തു ഉപയോഗിച്ചത് കൊണ്ട് അത് എത്ര നിസ്സാരമായി കാണുന്ന, അതിപ്പോൾ ചെറുതല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് കൂടുമ്പോഴല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വസ്തുവാണെങ്കിലും, പുകയായിക്കൊണ്ടോ അത് സ്റ്റാമ്പ് ആയിക്കൊണ്ടോ മറ്റേത് രൂപത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിലും അതുകൊണ്ട് ശാരീരികവും മാനസികവും സാമൂഹികവും കുടുംബപരവുമായി നഷ്ടത്തിൻ്റെ ഒരു നീണ്ട നിര മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ശാരീരികമായി നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ മുതൽ ശരീരത്തിലെ ഏതേത് അവയവങ്ങൾ എടുത്തു നോക്കിയാലും ഇഞ്ചിഞ്ചായി വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന വിഷവസ്തുവാണ് ലഹരി വസ്തുക്കൾ. ഒരു ലഹരി വസ്തുവും നമുക്ക് ഒരു നിലയ്ക്കുമുള്ള ഗുണങ്ങൾ നൽകുന്നില്ല. ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. പക്ഷെ എന്നിട്ടും ചില കുട്ടികൾ ഈ ലഹരിയിലേക്ക് പോകാനുള്ള ചില കാരണങ്ങളുണ്ട്. എന്താണ് കാരണങ്ങൾ? വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് കൗതുകമാണ്. നമ്മളെ പോലെയുള്ള 8 മുതൽ മുകളിലുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് അവർ ലഹരിയിലെത്താനുള്ള ഒന്നാമത്തെ ഒരു കാരണം എന്താ ഇപ്പൊ ഒന്ന് അറിഞ്ഞു നോക്കണല്ലോ, ഒരു ജിജ്ഞാസ, ജസ്റ്റ് തൊട്ടപ്പോ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ലല്ലോ എന്ന ഒരു നിസ്സാരവൽക്കരണത്തിലൂടെ ആദ്യമായി നുകരുന്ന ലഹരിയുടെ ഒരു ചെറിയ തോത്, അതായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒടുക്കത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റു ചിലരുണ്ട്, അവർക്ക് ഈ കൗതുകത്തിനപ്പുറം കൂട്ടുകാരൊക്കെ ഒന്ന് കൂടുമ്പോൾ, എല്ലാവരും കൂടുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. ആ ക്ലാസ്സിൽ ഒരു 15 കുട്ടികളുണ്ടെങ്കിൽ ആ 15 കുട്ടികളിൽ 14 പേരും ഒരു തവണയെങ്കിലും സിഗരറ്റ് വലിച്ചതാണെങ്കിൽ ആ 14 കഴിഞ്ഞുള്ള 15ാമത്തെ കുട്ടി തീരുമാനിക്കുക എന്താ അറിയോ, അവൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ അറിയോ, അല്ല എല്ലാവരും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഉപയോഗിക്കാതിരുന്ന എന്നെ ഒരു മോശക്കാരനായിട്ട് കാണോ എന്ന ഒരു മിഥ്യാധാരണ, ഒരു പൊട്ട പേടി. ആ പേടി കാരണം കൂടി എന്ത് ചെയ്യും, മോശക്കാരനാവാതിരിക്കാൻ ഒന്ന് രുചിച്ചു നോക്കാം എന്ന് കരുതി ഒരു ഹീറോയിസം ചമയാൻ, ഒരു ഹേർഡ് മെന്റാലിറ്റിയുടെ ഭാഗമായി അവൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച. മറ്റു ചിലരുണ്ട്, അവരിൽ കാണുന്നത് ആരെയാണോ അവർ മാതൃകയാക്കുന്നത് എന്ന് പോലും അറിയാതെ സിനിമ, സെലിബ്രിറ്റികൾ, ബ്ലോഗർമാർ, ഇൻഫ്ലുവൻസർമാർ, വളരെ കൃത്യമായി പബ്ലിക്കായി നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരം വേദികളിൽ വളരെ വ്യക്തമായി വലിയ 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 സ്റ്റേജുകൾ കെട്ടി റാപ്പർമാരായിട്ടൊക്കെ വരുന്ന ചില ആളുകൾ, അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, ചിലപ്പോൾ അവരും വളരെ ഈ സംസാരത്തിലൊക്കെ നിസ്സാരമായി പറയുന്ന ചില കാര്യങ്ങൾ അത് അപ്പടി ഒപ്പിയെടുക്കുന്ന കുട്ടികളെ കാണാൻ കഴിയും. അത് പിന്നൊരു സെലിബ്രിറ്റി പറഞ്ഞല്ലോ എന്ന നിലയ്ക്ക് അതിനെയും മാതൃകയാക്കുന്ന ആളുകൾ. നമ്മൾ അറിയിച്ചു വെക്കേണ്ടത്, ഒരു സിനിമയിൽ ഒരു സെലിബ്രിറ്റി ഇന്നൊരു ഡയലോഗ് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത സിനിമയിൽ ലഹരിയുടെയൊക്കെ ചിലപ്പോൾ ആഗോള വ്യാപാരിയായിട്ടൊക്കെ വരുന്നുണ്ടാവും. ഇതൊന്നും അവർ അറിയുന്നില്ല, കാണുന്നുണ്ട് ചില പിടിക്കപ്പെടലുകളൊക്കെ. അതെ, ചിലതൊക്കെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹം, എൻ്റെ മുമ്പിലിരിക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും ലഹരി വസ്തുക്കളുമായി ഒരു നിലയ്ക്കുമുള്ള ബന്ധം ഉള്ള ആളുകളല്ല, അങ്ങനെയുള്ളവരാവുകയും ഇല്ല. എങ്കിലും നമ്മളിലേക്ക് പോലും വരാൻ സാധ്യതയുള്ള ഈ വിപത്തിന്റെ ചില കാരണങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. നമുക്ക് നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന ഈ വിപത്തിനെതിരെ ശക്തമായി ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഈ നിമിഷം നമ്മൾ പ്രതിജ്ഞയെടുക്കുകയാണ്. പ്രതിജ്ഞാബദ്ധരായി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കർമ്മഭടന്മാരായി മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയ നമ്മുടെ കയ്യിലുള്ള പ്ലക്കാർഡുകൾ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു നിമിഷം ലഹരിക്കെതിരെയുള്ള വിദ്യാർത്ഥി ചത്വരത്തിനാണ് നമ്മൾ നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഇതിനേക്കാൾ ലഹരിയിൽ ആപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ നിയമനിർദ്ദേശങ്ങളാണെങ്കിൽ, വിശുദ്ധ ഖുർആനാണെങ്കിൽ അത് ഇന്നും നമ്മുടെ മുന്നിൽ തെളിച്ചത്തോടെ വെളിച്ചത്തോടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് മടങ്ങുക, അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നും ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് അപ്പുറത്ത് ലഹരിയിലേക്ക് പോയിട്ടുള്ള സമൂഹമേ, നിങ്ങൾക്ക് തിരിച്ചുവരവ് സാധ്യമാണ്. ഫഹൽ അൻതും മുൻതഹൂൻ,
എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള വിളിയിൽ നിന്ന് ആ ജാഹിലിയ കാലഘട്ടത്തിലെ ലഹരിയിൽ ആപ്പതിച്ച സമൂഹത്തിന് തിരിച്ചു വരാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിനപ്പുറത്ത് ലഹരിയിലേക്ക് കൂപ്പുകുത്തിയ സമൂഹമേ, നിങ്ങൾക്കും സാധ്യമാണ്, തിരിച്ചുവരവ് സാധ്യമാണ് എന്നാണ് ഈ വിദ്യാർത്ഥി ചത്വരം പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇതിൽ നിന്നും വിരമിക്കാറായിട്ടില്ലേ? ഇത്തരം തിന്മകളോട് ഒരിക്കൽ പോലും സമരസപ്പെടാൻ നമുക്ക് കഴിയില്ല. ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും അതിലേക്ക് പോകുന്നില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മളിവിടെ ഈ വിദ്യാർത്ഥി ചത്വരത്തിൽ ഒരു വലിയ പ്രതിജ്ഞ ഏറ്റെടുക്കുകയാണ്. നമ്മളെല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ അടങ്ങുന്ന പ്ലക്കാർഡുകൾ നാം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഇവിടെ പ്രതിജ്ഞാബദ്ധരായി പ്രഖ്യാപിക്കുകയാണ്, നാം ഒരിക്കലും അത്തരം വിഷയങ്ങളിലേക്ക് പോവുകയില്ല എന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യെസ്, ഈ മഹത്തായ വേദി വലിയൊരു പ്രഖ്യാപനത്തിന്, വലിയൊരു വിദ്യാർത്ഥി ചത്വരം തീർക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ്. മുഴുവൻ ഈ ധർമ്മസമര നഗരിയിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇപ്പോൾ എണീറ്റ് നിന്നുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം, ലഹരി തൊടില്ലൊരിക്കലും, ഒരിക്കലും ഇല്ല ഒരിക്കലും എന്നിവിടെ പാട്ടിലൂടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകളിലുള്ള ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഗാനം, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആലപിക്കാൻ പോകുന്ന പുതിയൊരു ഗാനം, ഈ സമ്മേളനത്തിനു വേണ്ടി മാത്രമായി ചിട്ടപ്പെടുത്തിയ ഗാനത്തോടൊപ്പം അതിൻ്റെ ആദ്യ 2 വരികളെങ്കിലും നിങ്ങൾ ഇതിൻ്റെ കൂടെ ചൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഉറക്കെ ഉയർത്തിപ്പിടിക്കൂ ലഹരിക്കെതിരെയുള്ള ഈ പ്രഖ്യാപനം. ഇത് വിദ്യാർത്ഥി ചത്വരം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇവിടെ നിർവഹിക്കുന്നു. ലഹരിക്കെതിരെയുള്ള 10,000-ങ്ങളെ സാക്ഷി നിർത്തിയുള്ള വിദ്യാർത്ഥി ചത്വരം. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടില്ല ഒരിക്കലും ലഹരിയെ. ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടില്ല ഒരിക്കലും ലഹരിയെ. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ഒരിക്കലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. നിങ്ങളുടെ പ്ലക്കാർഡുകൾ ഒന്ന് ഉയർത്തിയും പൊക്കിയും കാണിക്കാം. യെസ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. തീർച്ചയായും വളരെ ഒറ്റക്കെട്ടായി എല്ലാവരും ഇതേ പ്രതിജ്ഞ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്ന് തിരിച്ചു പോവുക. നമ്മളിലേക്ക് വരുന്ന ഈ മാരകമായ വിപത്തിനെ നമ്മൾ ശക്തമായി അതിനെതിരെ പോരാടുമെന്നുള്ള വലിയ പ്രതിജ്ഞയാണ് നമ്മൾ എടുത്തത്. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون.